സമൂഹ നന്മയെ ഉദ്ദേശിച്ച് ഓരോ വ്യക്തിയും നിസ്വാർത്ഥമായി ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന ഏതൊരു കർമ്മവും യജ്ഞഭാവനയോടെ സമർപ്പണത്തോടെ നിർവഹിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും ചെയ്യുന്ന ഈ സമർപ്പിതമായ ജീവിതത്തിലൂടെയാണ് സമൂഹം മുന്നോട്ട് പുരോഗമിക്കുന്നത്. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ എന്ന ഗീതാദർശനം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോട്, പ്രകൃതിയോട്, പ്രപഞ്ച സംവിധാനത്തെ നയിക്കുന്ന ശക്തികളോട് ആദരവ് പുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. എങ്കിൽ തീർച്ചയായും ഈ പ്രകൃതി എല്ലാം തന്നുകൊണ്ട് മനുഷ്യനെയും സംരക്ഷിക്കും. ഈ പരസ്പര പൂരകത്വത്തിലാണ് ഈ രാഷ്ട്രത്തിൻ്റെ ജീവിത വ്യവസ്ഥ ചിട്ടപ്പെടുത്തിയിരുന്നത്. യജ്ഞമെന്ന ആശയത്തിന് സംഗതികരണം എന്നൊരു വിപുലമായ അർത്ഥസാധ്യത കൂടിയുണ്ട്. സമൂഹ നന്മയ്ക്കു വേണ്ടി തപസ്സു ചെയ്യുന്ന ഓരോ മനസ്സുകളും സമൂഹത്തിൽ പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ സൃഷ്ടിക്കുന്ന ഏതൊരു പ്രവൃത്തിയും യജ്ഞം തന്നെയാണ്.